തൃശൂരിലെ CPIM-ന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി. അക്കൗണ്ട് മരവിപ്പിച്ചത് സുരേഷ് ഗോപിയെ രക്ഷിക്കാനാണെങ്കിൽ അത് നടക്കില്ല. പാർട്ടി ആദായ നികുതി ഫയൽ ചെയ്യുന്നില്ല എന്നുള്ളത് ശുദ്ധ അസംബന്ധമാണ്. കൃത്യമായ ആദായ നികുതി വകുപ്പുകൾ രേഖകൾ നൽകുന്നതിന് CPIM ആണെന്നും ആദായ നികുതി വകുപ്പ് തന്നെ പലതവണ അത് പറഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. CPM-ന്റെ അക്കൗണ്ട് മരവിപ്പിച്ചാൽ ഇവിടെ സുരേഷ് ഗോപിക്ക് വല്ല രക്ഷയും കിട്ടുമെന്നുള്ളൊരു ആലോചന സ്വാഭാവികമായിട്ട് BJPക്ക് ഉണ്ടാകാം. അതിൽ കേരളത്തിലെ പൊതുവായ അവസ്ഥയെടുത്താൽ LDF-ൽ CPM ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം. തൃശ്ശൂരിലും അത് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത് ഞങ്ങളുടെ കയ്യിൽ കെട്ടിവെച്ച കാശിൻ്റെ ഉറപ്പിൽ മാത്രമല്ല. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കാശ് എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. അത് രഹസ്യമല്ല. അത് ഇന്ത്യ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന കണക്കിലും ഞങ്ങൾ വ്യക്തമാക്കുന്ന കാര്യമാണ്. ആ പണം ഞങ്ങൾ ചിലപ്പോൾ തിരഞ്ഞെടുപ്പിൽ ചിലവഴിക്കാറുമുണ്ട് ഒരു ഭാഗം. എന്നാൽ സാധാരണ നിലക്ക് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നത് ജനങ്ങൾ നൽകുന്ന സംഭാവന ഉപയോഗിച്ചാണ്. ആ വശം തടയാൻ ഒരു കൂട്ടർക്കും കഴിയില്ല. അപ്പോൾ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് സുരേഷ് ഗോപിയെ രക്ഷിക്കാനാണെങ്കിൽ ആ രക്ഷ കിട്ടാൻ പോകുന്നില്ല. ഞങ്ങളുടെ പ്രവർത്തനം കൂടുതൽ സജീവമായി തന്നെ ഇവിടെ നടക്കും.